faith to conquer every fear. ഇവിടെ പറയുന്നത് കർത്താവിന്റെ വചനത്തിൽ അല്ലെങ്കിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടക്കുന്നുവെങ്കിൽ പലവിധമായ ചിന്തകളും വിചാരങ്ങളെ കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. കർത്താവിന് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. Even when we know the truth in our head, the Bible says, we may know that in our head, but unbelief and worry keep us from experiencing the joy, the fulfillment, the satisfaction that God died on the cross of Calvary to provide for us. Hallelujah. യേശുക്രിസ്തുവിന്റെ മരണമുഖാന്തരം, യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണമുഖാന്തരം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകള്, പ്രയാസങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യമില്ലായ്മ എല്ലാം മാറ്റി കളഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകി തന്നുകൊണ്ട്, അവൻ എല്ലാവിധമായ ആനുകൂല്യങ്ങളും നൽകി തന്നുകൊണ്ട് കർത്താവ് കാൽവരി ക്രൂശിൽ നമ്മൾക്കായി മരിച്ചു. All the verses we are going to read today, the Holy Ghost is going to minister unto them, and your faith will start growing now, and you are going to look, devil, where are you? You will seek for the devil to be able to pay back on the devil, but he will be on the run. Hallelujah. നമ്മൾ വീണ്ടും ശത്രുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ, നമുക്ക് പ്രയാസം നൽകുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് അത് തിരിഞ്ഞടിക്കുന്നു എന്നുള്ളതും അവർ ചിന്തിക്കേണ്ടതുണ്ട്. In the Bible, look at verse 25 where we have just read. The Bible said, Jesus Christ said, "Take no thought for your life." He's speaking to you. Hallelujah. 6-ാം അധ്യായത്തിന് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. And Jesus is behind the word he has spoken. And Jesus is hearing you and looking to our heart now. And he said, "I said it. Try it, dare it. You will see the surplus in your life." ഹല്ലേലൂയ. കർത്താവേ പറയുന്നു, നിങ്ങൾ പലതിനെ കുറിച്ച് വിചാരപ്പെടാതെ ദൈവത്തിനെ കുറിച്ച് ഓർത്ത് ഇരിക്കുവാൻ. നിങ്ങൾ പലതിനെ കുറിച്ച് വിചാരപ്പെടുന്നു എങ്കിലോ അത് നിങ്ങൾക്ക് നഷ്ടമാകുക തന്നെ ചെയ്യും. Jesus commanded us to have faith in God. കർത്താവിൽ ധൈര്യമായിരിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാൻ എന്നാണ് കർത്താവിന്റെ വചനം നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത്. And then he's telling us here now, take no thought for your life. ദൈവത്തിന്റെ വചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. Trust in the Lord as we are hearing the word of God now, and you must be free right now from fear, from worry and anxiety. കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ഭാരം, പ്രയാസം, അല്ലെങ്കിൽ വിചാരം, ഈ ആകുല ചിന്തകൾ ഇതെല്ലാം വിട്ടുമാറുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. In Luke chapter 12. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം. I want to read verse 24. 24-ാം വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. And verse 28. 28-ാം വാക്യവും. Luke chapter 12 verse 24. Consider the ravens, for they neither sow nor reap. They have no storeroom, no barn, and yet God feeds them. How much more valuable you are than the birds. Verse 28. Now, verse 24, now read it in your language. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അത് പാണ്ഡികശാലയിലും കളപ്പുരയിലും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പർവ്വജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. So in verse 48, have you read that? Sorry, 28. Have you read verse 28? No, Okay. If then God so clothe the grass, which today in the field and tomorrow is cast into the oven, how much more will he clothe you, O ye of little faith? ഹല്ലേലൂയ. 28-ാം പറയുന്നു, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികം. 3 things I'm going to consider before we pray. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപായി. Number 1, the causes of fear, worry and anxiety. ആദ്യത്തെ കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ, ചിന്തകൾ ഭരിക്കുന്നത് നമ്മളെ. Point 2, we shall consider the consequences of fear, worry and anxiety. ആൻസൈറ്റി, വറി അല്ലെങ്കിൽ ഈ ആകുലതകൾ, ഭാരത്തിന്റെ ഒക്കെ അതിന്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിന്റെ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നാണ് രണ്ടാമത്തെ പോയിന്റ്. And in point 3, we look into the cure. That means the antidote
to fear, worry, and anxiety? എന്ത് ഉപാധി വഴി നമുക്ക് ഈ ആകുലതകളെയും അല്ലെങ്കിൽ ഈ ഭീരുത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് കളയാൻ കഴിയും? What makes these people Jesus Christ was addressing in his time to be full of fears, to be full of worry and anxiety? യേശുക്രിസ്തു വന്ന സമയത്ത് ഭൂമിയിൽ ആകമാനം ആകുലതകളും ചിന്തകളും വിചാരങ്ങളും ഉപജീവന ചിന്തകളും മാത്രമായിരുന്നു. Well, let's go back to Matthew chapter 6 where we started from. നമുക്ക് വീണ്ടും മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. There you are going to notice something in verse 25. 25-ാം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. And in verse 25, Jesus was talking about what the people were considering. That's not what God was considering for them. മനുഷ്യന്മാർ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കുള്ള എന്ത് ചിന്തയാണ് അവർക്ക് ഉണ്ടാകുന്നത്? What was they considering about their life? They are taking thought, or we are thinking over what they shall eat and what they shall drink and what they are going to put on their body and all that things. It's not about their salvation, not about going to heaven, but all they are just considering material things. ഇവിടെ മെറ്റീരിയൽ തിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള ചിന്തകളായിട്ടുള്ള എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളതിന്റെ ഭൗമികമായിട്ടുള്ള നിലവാരത്തിൽ നിന്നുകൊണ്ട് ആളുകൾ ചിന്തിച്ചുകൊണ്ട് സ്വർഗീയമായത് ഒന്നിനെയും കുറിച്ച് യാതൊന്നിനെ ചിന്തിക്കാതെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നത്. And Jesus in that verse 25 said, "It's not the life more than meat, and the body that raiment." The most important thing they are not thinking about, the less important thing, this of no value, that's what brings fear, anxiety, and worry to many people, even Christians. ഹല്ലേലൂയ. എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഗ്രാഹ്യമായി അറിഞ്ഞിരിക്കേണ്ടത് എന്ന് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്? നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഉടുപ്പിനേക്കാൾ വലുത് ശരീരവും നിങ്ങളുടെ ആഹാരത്തെക്കാൾ ജീവനും വലുതാകുന്ന ആ അവസ്ഥയ്ക്ക് നമ്മൾ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ അക്ഷരമായി കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്ന ചില വസ്തുക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ ചിന്തപ്പെടുന്നു, നമ്മൾ ഭാരപ്പെടുന്നു, നമ്മൾ വിചാരപ്പെടുന്നു. ഈ 30-ാം വാക്യം, Jesus now said, "If God so clothe the grass of the field without value, which today is and tomorrow is cast into the oven, shall he not much more clothe you, O ye of little faith?" You are more important than the grass. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ പുല്ലിനേക്കാളും വിശേഷതയുള്ളവർ. പുല്ലിനെ നന്നായി ചമച്ചു, അത് ഇന്ന് നല്ലതുപോലെ നിന്നു, നാളെ അത് അടുപ്പിലിടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ വലുതാണ്. ഹല്ലേലൂയ. And so Jesus Christ was saying the reason why people were full of worriness, full of fear, and full of anxiety is improper consideration, improper thinking. They are not logical in their thinking. I will explain to you why. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് ആഗ്രഹമുണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഭൗമിക കാര്യങ്ങളെ കുറിച്ച് വിചാരപ്പെടുകയും ആകുലപ്പെടുത്തുകയും ചെയ്യുന്നത് എന്ന്? The Lord said, think about how God cared for the grass. Today they are creatures of time. Today they are there, tomorrow they are forgotten, they are gone. Or the creatures who are of less value, the animals, the birds and all that, which are not going to heaven. They are not going to be in heaven. They are just things we see here on earth. They have less value. If God is taking time to provide for them, to keep them with their limited lifespan, what about human beings which are not supreme? ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് മനുഷ്യർ എന്തോരം അല്ലെങ്കിൽ സുപ്രീം മനുഷ്യൻ ഒരുപാട് വലിയ നിലത്തിൽ നിൽക്കുന്നുവെങ്കിലും നമ്മൾ കാണുന്ന പക്ഷികൾ, മൃഗങ്ങൾ, അല്ലെങ്കിൽ വയലിലെ ജന്തുക്കൾ, അല്ലെങ്കിൽ പുല്ല് ഇതെല്ലാം ഇന്ന് കാണുന്നു, നാളെ വാടിപ്പോകുന്ന അവസ്ഥ. അവർ മണ്ണിലേക്ക് തിരിച്ചു ചെല്ലുന്നു. അവർക്ക് ഒരിക്കലും സ്വർഗത്തിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. എങ്കിലോ മനുഷ്യനെ കുറിച്ച് അങ്ങനെയുള്ള ഭാവമല്ല. And Jesus quite grouped them, these people, either they are not having faith or they have little faith. ഹല്ലേലൂയ. വിശ്വാസമില്ല, അല്ലെങ്കിൽ അവർ അല്പവിശ്വാസികളാകുന്നു. Now, if you look at yourself, you are born again.
Jesus Christ died for you on the cross of Calvary, and you believe that, and was buried and resurrected, and you believe that, and Jesus Christ said, "I'm going to prepare a place for you," and you believe that, you are higher than all the animals and all these things you are considering. Amen. Hallelujah. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളൊരു വിശ്വാസിയാണ്, നിങ്ങൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ അപ്പോൾ തന്നെ വിശ്വസിക്കുന്നു യേശുക്രിസ്തു മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന്. നിങ്ങൾ അപ്പോൾ തന്നെ വിശ്വസിക്കുന്നു യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്ന്, അതും നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, എന്നെ വീണ്ടും സ്വർഗത്തിലേക്ക് കൂട്ടിച്ചേർക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ എല്ലാ ജീവജാലങ്ങളെക്കാളും എല്ലാ അവസ്ഥകളെക്കാളും ഉയരത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മനുഷ്യൻ എന്ന അവസ്ഥ. മനുഷ്യനെ ദൈവം എല്ലാത്തിനും മീതെ വെച്ചിരിക്കുന്നു. Praise the Lord. Hallelujah. Now, those people who are born again, I will explain that to us. They are of earthly value, they are of earthly dignity and eternal destiny. Hallelujah. സ്വന്തരക്ഷിതമായി സ്വീകരിച്ചവർ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവർക്ക് വളരെ ഒരു സുപ്രീം ആയിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു സുപ്രീം ആയിട്ടുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതി ദൈവം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. Praise the Lord. The logical thinking God, Jesus Christ was expecting us to have is this: if God can spend time to provide, to take care of all these things which are less important, they have less value, will He not take care of me that I'm born again, I'm a child of God, I'm blood washed, and I'm going to heaven, and Jesus Christ has gone to prepare a place for me? He never gone to prepare a place for the fowls in the bush, for the animals. Hallelujah. യേശുക്രിസ്തു ഇങ്ങനെ ചെയ്യുവാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. യേശുക്രിസ്തു പക്ഷികളെയും ജീവജാലങ്ങളെയും അല്ലെങ്കിൽ ഇന്ന് കാണുകയും നാളെ വാടി പോകുന്ന ഈ പുല്ലിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തു അതിനെ നോക്കുന്നുവെങ്കിൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ചിന്തിക്കുന്നില്ല എങ്കിൽ ആ ഒരു അവസ്ഥ എന്തായി തീരുമെന്ന് നിങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? All the people Jesus rebuked for their lack of faith and for little faith, the single reason why He rebuked them in the Bible is because of the absence of logical thinking, proper consideration. Hallelujah. അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യന്മാർ പലതിനെയും ഭൂമിയിലുള്ള പല നിഷ്ഫലമായി പോകുന്ന ചില കാര്യങ്ങളിൽ അധിഷ്ഠിതമായിക്കൊണ്ട് അവരുടെ ചിന്തകളെ വ്യതിചലിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. Look at Matthew, the same book of Matthew, Matthew chapter 8, verse 23 to 26. Matthew chapter 8. Matthew chapter 8 അധ്യായം 28 വാക്യത്തിൽ പറയുന്നു. And that's verse 8, verse 23, Matthew 8, verse 23. Jesus and this, okay, Lord, read this one. It says, and when He was entered into the ship, His disciples followed Him. And behold, there arose a great tempest in the sea, insomuch that the ship was covered with waves, but He was asleep. And the disciples came to Him and awoke Him, saying, Lord, save us, we perish. Look at verse 26. And He said unto them, why are ye fearful, O ye of little faith? Then He arose and rebuked the winds and the sea, and there was a great calm. I'm speaking to somebody today. Amen. Praise. ഈ 8-ാം അധ്യായത്തിന്റെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 23 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവൻ അടുത്തു ചെന്ന് കർത്താവേ, എങ്ങനെ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. By extension of the mind, they should suppose to think, Jesus Christ, the Master, the very Son of God, the Creator of the universe, is there. He created the sea, the water, the ocean, and everything. And He's sleeping, and it is impossible for the ocean to swallow His maker. It's not possible. Praise the Lord. യേശുക്രിസ്തു പടകിൽ ഉറങ്ങുകയായിരുന്നു എങ്കിലും സകല അഖിലാണ്ട മണ്ഡലത്തെ ഉണ്ടാക്കിയ കർത്താവിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യരായി അവതരിച്ച് ആ പടകിൽ കിടന്നുറങ്ങുമ്പോൾ ഒരിക്കലും തന്റെ സൃഷ്ടിയായ വെള്ളത്തിന്, തന്റെ സൃഷ്ടിയായ സമുദ്രത്തിന് യേശുവിനെ വിഴുങ്ങുവാൻ കഴിയുകയില്ല. Praise the Lord. And then Jesus Christ rose and He said, peace be still.
That's what he said. He rebuked the wind because the wind is commanded to obey him. He created the wind and then rebuked the sea. They are subject to him. And he rebuked whatever thing. And today, the same rebuke, the same voice of Jesus is coming to you, your children, your family, your business, and he rebuking them and showing to you that I care for you. Passionately, I care for you till I take you to heaven. You can never miss your way. Hallelujah. Praise the Lord. ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നു, യേശുക്രിസ്തു എഴുന്നേറ്റ് കടലിനെ കാറ്റിനെ ശ്വാസിച്ചു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവ് അതിനെ ഉണ്ടാക്കിയെങ്കിൽ ശ്വാസിക്കാൻ യോഗ്യനാണ്. ദൈവം നമ്മളെ ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെല്ലാം അറിയുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. പരിമിതികളെ അറിയുകയും ദൈവം നമ്മളോട് കൂടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ കർത്താവാണ്. Praise the Lord. And Jesus Christ is saying, if you can believe him for salvation, you have a saving faith. If you are not able to believe him to meet all the needs, the other needs less than salvation of your life, that's little faith. Hallelujah. നിങ്ങളുടെ അപരിധിയായി ആവശ്യങ്ങൾക്ക് അപ്പുറമായി കർത്താവിനെ വിശ്വാസത്തിൽ ഒന്ന് കാണുവാൻ, കർത്താവിന്റെ വിശ്വാസത്തിൽ ഒന്ന് ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. Let's read another portion in Mark chapter 4. There's a reason why I have to read this one. In Mark chapter 4, the same story, but with little different. Mark chapter 4, from verse 35. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന് 35-ാം വാക്യം വേറൊരു കഥയാണെങ്കിലും എനിക്ക് ഇവിടെ വായിക്കാൻ താല്പര്യപ്പെടുന്നു. And the same day, when the evening was come, he said unto them, listen to this, let us pass over unto the other side. അന്ന് സന്ധ്യയായപ്പോൾ മക്കയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. And when they had sent away the multitude, they took him even as he was in the ship, and there were also with him other little ships. And there arose a great storm of wind, and the waves beat into the ship, so that it was now full. And he was in the inner part of the ship, asleep on a pillow. And they awake him and say unto him, Master, carest not that we perish? And he arose and rebuked the wind and said unto the sea, Peace, be still. He will always still it. And the wind ceased. He will always still the wars and the battles of our lives. And there was a great calm. And he said unto them, why are you so fearful? This was not your fearful. Why are you so fearful? Why is it that you have no faith? You lack faith. Praise the Lord. പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റു ചെറുപടകളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തീരെ തള്ളിക്കയറിയത് കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനെ അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾ ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞ് അവർ വളരെ Praise the Lord. And here you see in verse 35, Jesus' word has been given to them, let us pass over onto the other side. യേശുക്രിസ്തു അവിടെ നമുക്ക് അപ്പുറത്തെ കരയെ വിട്ട് അപ്പുറത്തെ കരയിലേക്ക് പോകാം എന്ന്. And that word has not been withdrawn by Jesus. You trust it, you hang your life on it, you stay on it all your life. Every word that Jesus has spoken, every word that God has said, put your heart, your life into it, it cannot be broken. ഹല്ലേലൂയ. ദൈവത്തിന് ഹൃദയത്തെ നിങ്ങളുടെ ജീവനെ അർപ്പിക്കുക എന്നാണ് കർത്താവോട് പറയുന്നത്. നിങ്ങളുടെ ഭാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി കർത്താവിലേക്ക് സമർപ്പിക്കുവാനാണ് ഇവിടുത്തെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നത്. That's what we're supposed to stand upon. God said it, I believe it, that settles it. And that changes your life, that changes your thinking, that changes your life, your goals, your life goals, that changes every area of your life from till you get to heaven. ആ ഒരു കാരണം നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിചാരങ്ങൾ എല്ലാം പൂർണ്ണമായി മാറി സ്വർഗത്തിലേക്കുള്ള വഴി നിങ്ങൾ തെളിയിക്കും. Praise the Lord.
So now, as you are listening to me and I'm listening to myself, God is telling us, let us pass over from all this situation, COVID-19 and pandemic, whatever thing, let's pass over, let's stand on the word of God, because you shall know the truth, and the truth you know and you obey shall set you free. Hallelujah. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ, നിങ്ങളുടെ ചിന്താകുലങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്നതായ എന്ത് ഭാരമായിരുന്നാലും അതിനെ എല്ലാം വിട്ട് കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ COVID-19 കുറിച്ചുള്ള ഭാരമാണോ മറ്റെന്തെങ്കിലും ചിന്തയാണോ നിങ്ങളെ ഭരിക്കുന്ന എന്ത് ചിന്തയായിരുന്നാലും അത് കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സമർപ്പിക്കുക. ആ ഭാരത്തിൽ നിന്നാലും ഭയത്തിൽ നിന്ന് വിടുതല നേടുക. Praise the Lord. Jesus was expecting the disciples or the apostles to stand on the word he has said. Let us pass over to the other side. Let us pass over to the other side. So when the wind is blowing, but Jesus said. When there's a wave, but Jesus said. When there's shaking, but Jesus said. When there's a negative feeling, but Jesus said. What Jesus said is what is going to take us to heaven. Not your feeling, not what you see, not what you hear, but what he has said. I hope you are standing on the word of God that can never be broken. Amen. Praise the Lord. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പെർസീവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. യേശു ക്രിസ്തു എന്ത് നിങ്ങളോട് പറഞ്ഞു, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അവന്റെ വാക്കുകൾ സത്യമുള്ളത് തന്നെ. അവൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു വാഗ്ദത്തം ചെയ്യുന്ന കർത്താവിന്റെ മക്കളാണ്. Hallelujah. Praise the Lord. There are people of no faith. There are people of little faith. There are people of great faith. And there are people of strong faith in the Bible. You belong to one. Hallelujah. ദൈവത്തിന്റെ അല്പവിശ്വാസികൾ അല്ലെങ്കിൽ അധിക വിശ്വാസമുള്ളവർ, വിശ്വാസമില്ലാത്തവർ, വിശ്വാസികൾ എന്നതിനെ കുറിച്ചുള്ള പല തലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. And how do you know them? The way they speak, the way they react to situations of life, the way they act to situations of life, the way they get discouraged in situations of life. That you now know that this person is of no faith, of little faith, of great faith, of some faith like Abraham. Hallelujah. കർത്താവ് ഇങ്ങനെ വേർതിരിക്കുക അല്ലെങ്കിൽ തരംതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നീ അല്പവിശ്വാസിയാണ്, അല്ലെങ്കിൽ നീ അധികം വിശ്വാസമുള്ളവനാണ്, നിനക്ക് അല്പമേ വിശ്വാസമുള്ളൂ, പിന്നെ പറയുന്നു നിനക്ക് അബ്രഹാമിനെ പോലെ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കുന്നു. The people of little faith, we always talk like the way they talk is different from trusting the word of God. The people of no faith, they will say, Master, don't you care? They talk anyhow, but they are very stressful. They even pray for what they have already. And they don't rest on the promise of God. That's how you know them. But the Lord is changing our situation today. Praise the Lord. അല്പവിശ്വാസികൾ, അവർക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ അല്പവിശ്വാസികളിൽ അധികം ദൈവത്തിന്റെ ആ കൃപ വ്യാപരിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. When God created us, He has a divine purpose for our lives. കർത്താവ് നമ്മളെ സൃഷ്ടിച്ച സമയത്ത് ഒരു ഡിവൈൻ പർപ്പസ് അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു പദ്ധതി നമ്മുടെ മേൽ എഴുതി ചേർത്തിട്ടുണ്ട്. For the children of God that are born again, God has all our needs, whatever thing we use here before we go to our permanent place, everlasting life in heaven with Him, they are a part of the plan of God for our salvation. ഹല്ലേലൂയ. നമ്മളെ ഉണ്ടാക്കിയ ആ നാൾ മുതൽ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് രക്ഷിക്കപ്പെട്ട സമയം മുതൽ കർത്താവ് നമ്മളെ ആ ഒരു പദ്ധതിക്കായി തന്നെ നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും കർത്താവ് അതിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുന്നതാണ്. So our living, our life, the purpose for each one of us, while we are existing, while we are living, is important to God. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഉദ്ദേശം കർത്താവിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം കർത്താവിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. It must be central focus of our life, our purpose for living. ഇത് ആധാരമാക്കിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്തെന്നതിനെ കുറിച്ചാണ്. What we wear is not the major purpose for our life. We are not living to wear. We are not living to dress up. That's not the major purpose for our living. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ അങ്ങനെ ജീവിച്ചു പോവാനല്ല നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം വാസ്തവമായി നടക്കേണ്ടതിന് തന്നെ. What we are going to eat is not the major purpose. We are not living to eat. That's not the major purpose for our life.
നമ്മുടെ ജീവിതത്തിലെ മുഖ്യമായിട്ടുള്ള മേജർ പേർപ്പസ് അല്ലെങ്കിൽ മുഖ്യമായിട്ടുള്ള ഒരു പർപ്പസ് ഈ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്ത് കഴിക്കുക എന്നതിനെ കുറിച്ചല്ല. This body, when you are born again, you are a child of God. This body is a temple of God. How the body should be healthy, should be strong, should be fit for everything is God's responsibility. And God will take care of it when God needs us to serve Him properly. It's the business of God to take care of this body. God will take care of that for us. Praise the Lord. Hallelujah. നിങ്ങൾ ഒരു സമയത്ത് കർത്താവ് രക്ഷിതാവായും കർത്താവായി സ്വീകരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ദൈവവിശ്വാസ സമയത്ത് നിങ്ങളുടെ ശരീരം ഒരു ദൈവാലയമായി തീരുകയാണ്. ഹല്ലേലൂയ. Praise the Lord. ദൈവത്തിന്റെ മന്ദിരമായി മാറുകയാണ്. ഹല്ലേലൂയ. ആ മന്ദിരമായി മാറുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുകയും ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വസിച്ചുകൊണ്ട് കർത്താവിന്റെ പദ്ധതിക്കായി നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിനെ ഒരുപോലെ ഒരുക്കും. Today, every little faith or every lack of faith, they are going to give way for living faith and growing faith today in Jesus' name. Amen. Hallelujah. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അല്പവിശ്വാസത്തെ മാറ്റി വെച്ചുകൊണ്ട് കർത്താവിലുള്ള പൂർണ്ണമായ വിശ്വാസത്തിന്റെ അടിമകളായി തീരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. Everything you have been thinking about, but not what God is thinking about. Everything you have been considering, but not what God is considering. You throw it away now and think about what God is thinking about and consider what God is considering for you. Seek for the kingdom of God and His righteousness, and all these things shall be added unto you. They are coming already in Jesus' name. Amen. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഭാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെ കുറിച്ച് വിചാരപ്പെടുന്നു അതെല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നുവെങ്കിൽ അതെല്ലാം ആ മുന്നേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പിക്കും. ഇതോടുകൂടെ നിങ്ങൾക്ക് സകലവും ലഭിക്കുമെന്ന് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. So our little faith is the major reason for our fear, for our worry, for our anxieties. നമ്മുടെ ജീവിതത്തിൽ കോസ് അല്ലെങ്കിൽ ആദ്യത്തെ കാരണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്പവിശ്വാസം കടന്നു വരുന്നത്? അത് പലതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ടാണ്. Now, point 2. രണ്ടാമത്തെ കാര്യം, we're looking at the consequences of fear, the result of fear, worry and anxiety. What will it lead us to? എന്ത് സംഭവം നിങ്ങൾ വിചാരപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഭവിക്കുന്നത്? എന്ത് കോൺസിക്വൻസ് ആണ് വരാൻ പോകുന്നത്? Protracted fear, worry and anxiety, it leads to bondage. Anxiety and worries അല്ലെങ്കിൽ നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ വിചാരം ഇതിനെല്ലാം നമ്മൾ ഒന്ന് മീൻസ് കൺട്രോൾ ചെയ്യണം. And a very stressful life is dangerous for every human being. എല്ലാ മനുഷ്യർക്കും വളരെ അപകടകരമായ ഒരു കാര്യമാണ് സ്ട്രെസ്ഫുൾ ലൈഫ്. And so it is, what do we call it? It is bondage, it's captivity, it's an affliction. When you are always full of fears and worrying, how will I handle my health? How will I take care of this, my children? How will my job? In case something happens to my job, what am I going to do? When you are thinking about all that and God does not want to think about all that, you are destroying your health. Hallelujah. അതിനെ കുറിച്ച് വിചാരപ്പെടുന്നു. എന്റെ കുഞ്ഞിന് എന്ത് സംഭവിക്കും, എന്റെ ഭാവി എന്താകും, എന്റെ നാളത്തെ അവസ്ഥ എന്തായിത്തീരും, എന്റെ ഫ്യൂച്ചർ തിങ്സ് എന്തായിത്തീരുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ മനസ്സിൽ ഒരുപോലെ സ്ട്രെസ്ഫുൾ ആക്കി അത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്തുകൊണ്ട് ഹല്ലേലൂയ നിങ്ങളൊരു ക്യാപ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ബന്ധസ്ഥനായി തീരുവാൻ അല്ലെങ്കിൽ ഒരു അടിമയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നതാണ് ഇത് പറയുന്നത്. Look at Hebrew, the book of Hebrews chapter 2 in verse 14 and 15. Book of Hebrews chapter 2 in verse 14 and 15. For as much then as the children are partakers of flesh and blood, he also himself likewise took part of the same, that through death he might destroy him that had the power of death, that is the devil, and deliver them who through fear of death they are all their lifetime subject to bondage. Amen. രണ്ടാമത്തെ ആയത്തിന്റെ 14-15 വാക്യങ്ങളിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ ജീവൻ നൽകി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. Praise the Lord. Bondage is a serious
It's a bad situation in life. It's captivity. ഹല്ലേലൂയ. ഇവിടെ പരിഹാരത്തെ കുറിച്ചും അല്ലെങ്കിൽ ഒരു ബന്ധനത്തെ കുറിച്ചും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. That state when you are always afraid and worrying here and there, you are in a state of unbelief, in a dark room of unbelief. As I told us at the beginning, you are full of doubt. ഹല്ലേലൂയ. നിങ്ങൾ വിചാരപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഒരു ഇരുട്ടുമുറിയിലിരിക്കുന്ന ഒരു അന്ധകാരത്തിന് അവസ്ഥയിലിരിക്കുന്ന ഒരു ബന്ധനായ ഒരു വ്യക്തിയാണ്. Look at what the Bible said about Job in Job chapter 3. യോബ് 3-ാം അധ്യായം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. In Job in chapter 3, we all know the story of Job. Job was a rich man at that time, at his dispensation, and Job has all you can think of, but there was fear inside him. Nobody, the people around him did not know that was there. It was there. In Job chapter 3, there, look at verse 23. Job chapter, let's go to verse 25. Sorry, verse 25 is okay. Job chapter 3, verse 25. For the things which I greatly feared, can you see that? For the things which I greatly feared is come upon me, and that which I was afraid of is come unto me. Praise the Lord. Sorry. യോബ് 3-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു, ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു. About 26 says, I was not in safety, neither had I rest, neither was I quiet, yet trouble came. 26-ാം വാക്യം. ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു. So there are some needless fear. God said he made an hedge over Job and by extension over every believer. An hedge, a protection over us, our property, our children, our health, everything. God has made hedge over us, around us. ദൈവം വേലി കെട്ടി കാത്തു സൂക്ഷിച്ചതുപോലെ തന്നെ മനുഷ്യരായി കർത്താവ് നമ്മളെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ എല്ലാ അവസ്ഥകളെയും കർത്താവ് വേലി കെട്ടി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. You know why Job was afraid and what he was afraid of? He was thinking, one day, supposing I lose my children, one day, supposing I lose my wife, supposing one day I lose all my property, supposing one day I became sick, supposing one day. But those things are needless fear. And so when it now happens, say, this thing I've been afraid of all this time has come upon me now. Can you see that? Hallelujah. അല്ലെങ്കിൽ കർത്താവ് വേലി കെട്ടി കാത്തു സൂക്ഷിച്ച ആ നിമിഷത്തിൽ തന്നെ താൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ഒരു പക്ഷേ എന്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടാലോ, ഒരു പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടാലോ, ഒരു പക്ഷെ എന്റെ ആരോഗ്യം ക്ഷയിച്ച് ഞാൻ രോഗിയായി തീർന്നാലോ, ഒരു പക്ഷെ എന്റെ എല്ലാ സമ്പത്തും നശിക്കപ്പെട്ടു പോയെന്നോ എന്ന് താൻ മുന്നമേ ചിന്തിച്ചിരുന്നു. അത് അവനെ പിടിച്ചു. Praise the Lord. And then Job said in verse 26, I was not in safety. But Satan said, have you not made hedge around him and all his property? Satan has gone to try Job. He discovered there's an hedge around him. But Job was saying, I was not in safety. A needless fear. Amen. Hallelujah. വാക്യത്തിൽ പറയുന്നു, ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു. യോബ് പലവിധമായ കഷ്ടതയിൽ കൂടെ കടന്നു പോയിക്കൊണ്ട് താൻ ഇതിലേക്ക് വീഴപ്പെടുകയാണ് ചെയ്തത്. But then, when you are in that state of mind, it's dangerous. That is why you are hearing the word of God today. Put fear where it belongs, and you go through. Amen. Hallelujah. നിങ്ങൾ വളരെയധികം ഭീതിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന എന്തൊരവസ്ഥയാണെങ്കിലും അതിന്റെ ഭയത്തിനെ അതിന്റെ ഭീതിയുടെ അവസ്ഥയിലേക്ക് തന്നെ തള്ളിക്കളയുക. അതിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാതെ വേണം നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴും സ്വതന്ത്രമാക്കി വെച്ചോളുക. Worriness and anxiety, they bring frustration and despair. എന്ത് ആൻസൈറ്റി and ഡിപ്രഷൻ വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഉപാധികളെ കണ്ടുപിടിക്കുക. Worriness, fear, anxiety, they bring rejection and apathy, lack of interest in life and anything you are doing. നിങ്ങളുടെ ജീവിതത്തിലെ അസംതൃപ്തിത അനുഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു കാര്യം ചെയ്യാനുള്ള ആ അസംതൃപ്തി ഇതൊക്കെ വരികയാണെങ്കിൽ it makes you to be unstable. നമ്മുടെ ശരീരത്തിലായാലും നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ ഓക്കെയാണ്, ഞാൻ സ്റ്റേബിൾ ആണ്. Praise the Lord.
it makes you not to be decisive. You are not deciding what you want to do. You think about this one, you drop it. You think about another thing, you drop it. You say, I will do it. Procrastination will come in. That is a consequence of fear, worry, and anxiety. Hallelujah. ഇതിനെക്കുറിച്ച് വിചാരപ്പെടുന്ന നിമിഷം വരുമ്പോൾ നിങ്ങൾ പരസ്പര ബോധമില്ലാതെ വന്ന് നിങ്ങൾ വളരെയധികം ആകുലപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഭീരുത്വത്തിന്റെ അല്ലെങ്കിൽ the consequence of the fear and anxiety എന്ന് പറയുന്നത്. Some people are very restless. They are just restless. And they are dejected, they are sad. Tell them, if you ask them, why are you in such a situation? Say, well, I have no idea. Thank God, doctors tonight. Listen to me now. Amen. Hallelujah. ചില ആളുകൾ ഈ അവസ്ഥയെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വേണം അവർ വളരെയധികം ശോഭിതരായി തീരാറുണ്ട്. അവർക്ക് പെട്ടെന്ന് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അവസ്ഥ, മറ്റുള്ളവരെ വളരെയധികം കേഴ്സ് ചെയ്യുന്ന വാക്കുകൾ സംസാരിക്കുന്ന ഒരു അവസ്ഥ. ഇത് അവരുടെ ജീവിതത്തിൽ അവർ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, അവരുടെ ആ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് ഇത് വരുന്നത്. This situation comes to the low and the high, even some ministers of God. Hallelujah. ഇങ്ങനെ ഉയർന്നും താഴ്ന്നുമുള്ള ഈ അവസ്ഥയിൽ പല മിനിസ്റ്റേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട്. Let me show you one here. In 1 Kings chapter 19. 1 Kings chapter 19. ഒന്ന് രാജാക്കന്മാർ 19 അധ്യായത്തിൽ എനിക്ക് ആദ്യത്തെ എക്സാമ്പിൾ കാണിക്കാനുണ്ട്. In 1 Kings chapter 19, I want to read from verse 1 to 4. And Ahab told Jezebel all that Elijah had done, and without how he has slain all the prophets with the sword. Then Jezebel sent a messenger unto Elijah, national prophet, known prophet, saying, so let the gods do to me, and more also, if I make not thy life, and the life of one of them by tomorrow about this time. And when he saw that, he arose and went for his life. Listen to this, not over your life. And they came to Beersheba, which belonged to Judah, and left his servant there. But listen to this. But he himself went a day's journey into the wilderness and came and sat down under a juniper tree. Listen to this. And he requested for himself that he might die. That is suicide. And said, it is enough. Now, O Lord, take away my life, for I am not better than my father. Think about that. Praise the Lord. ഒന്ന് രാജാക്കന്മാർ 19 അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ എന്താണ് പറയുന്നത്? ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും അഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തനെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികം ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദ ഉൾപ്പെടെ ബർഷേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. The previous chapter, he had a revival. ഇവിടെ അവര് ഒരു ജീവരക്ഷയ്ക്കായി ഓടി പുറപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. And God did great things to him. ദൈവം വളരെ അത്ഭുതമായി അവനെ വിടുവിച്ചു, ഹെൽപ്പ് ചെയ്തു. He prayed and fire came upon the water around the altar, and the fire of God came, and he did what he wanted to do. He achieved a great success. ഹല്ലേലൂയ. തന്റെ കൺമുമ്പിൽ ഇപ്പോൾ വലിയ ആകാശത്തിൽ തീയിറക്കിക്കൊണ്ട് തന്റെ വെള്ളത്തിന്റെ മേതെ അല്ലെങ്കിൽ ഈ അൾത്തറയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഹല്ലേലൂയ യാഗപീഠത്തിൽ വെള്ളത്തിനെ ദഹിപ്പിച്ച് ആ യാഗവസ്തുവിനെ ദഹിപ്പിച്ച ആ പ്രവൃത്തി കണ്ടതിന് ശേഷം ഇത്രയും അധൈര്യപ്പെട്ടുപോയി. But now Jezebel, the wife of Ahab, said, by this time tomorrow I will remove your head from you. Fear came. ഹല്ലേലൂയ. ഇസബേൽ ഇങ്ങനെ വെല്ലുവിളിച്ചു, നാളെ ഈ സമയത്ത്, നാളെ ഈ നേരമാകുമ്പോൾ ഞാൻ ഇവരിൽ ഒരാളെ പോലെ നിന്നെ കൊന്നുകളയും. And the plan of God for his life is not for him to die physically, but to go to heaven by wild winds. It's not for somebody to kill. That's the plan of God for him. ഹല്ലേലൂയ. ശാരീരികമായ മരണത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശാരീരികമായ മരണത്തെ അദ്ദേഹം ഓർത്തുകൊണ്ട് ഇരുന്നാലും കർത്താവ് സ്വർഗീയമായിട്ടുള്ള തന്റെ വിയോഗം താൻ ഉൾക്കൊള്ളുന്നില്ലായിരുന്നു.
Nobody thinks of death until when the person is discouraged. മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മനുഷ്യന്മാർ എല്ലാവരും വളരെയധികം ഡിസ്കറേജ്ഡ് അല്ലെങ്കിൽ ഡിസ്കറേജ്ഡ് ആവാറുണ്ട്. When they are thinking about their life, look at my life now. My children are hungry. My children, how will I clothe them? How will I send them to school? Look at this COVID-19 now. Look at what is happening around and all that. And when you allow that thing to go into your mind and go into your heart and all that, it will degenerate to the state Elijah was. Hallelujah. പോലെ തന്നെ താൻ പലതിനെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ നാളെ എനിക്ക് എന്തായി തീരും, നാളെ ഈ കുഞ്ഞിന് എന്തായി തീരും, ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ എന്താക്കി തീർക്കും, ഈ COVID-19 കാരണം ഞാൻ എന്തായി തീരും, പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡീജനറേഷൻ എഫക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ എന്താ പറയാ അതിന് ഡീജനറേഷൻ എഫക്ട് കാരണം നിങ്ങൾക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരു അവസ്ഥ വരും. ആ ഒരു അവസ്ഥയിലാണ് എലൈജ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ എലീശ ഇപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർത്തു. Discouragement is a part of life. Hear it. It's not about you. Discouragement അല്ലെങ്കിൽ നമ്മളുടെ നിരുത്സാഹപ്പെടുക എന്നുള്ളത് ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. It can come to anybody, but the solution for it in Christ. ഇത് ആർക്ക് വേണമെങ്കിലും വരാം, പക്ഷേ ക്രിസ്തുവിലുള്ളവർക്കോ. And people are afraid when they are faced with a task they don't have the strength to overcome. That's what brings fear. Discouragement എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിരുത്സാഹം എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയെ നേരിടാനുള്ള ഒരു ത്രാണി ഇല്ലാതെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നേരിടാനുള്ള കൽപ്പില്ലാതെ വരുന്ന ഒരു അവസ്ഥ എന്നാണ് ഇത് പറയുന്നത്. But God was watching over the program of God. For Elijah, he never allowed Jezebel to kill him. Elijah still lived his normal life to the end, and he went by the appointed plan God has for him. You also, it's your turn. You must live your life to the full. You will never stop your journey halfway. Amen. Praise the Lord. Hallelujah. യഹോവയ്ക്ക് എലീശയെ കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ എലീശയുടെ ജീവിതത്തിനെ കുറിച്ച് വളരെ വേറൊരു പർപ്പസ് അല്ലെങ്കിൽ വേറൊരു പ്ലാൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് താൻ ഇപ്പോൾ മരിച്ചു പോകും എന്ന് തന്നെ ചിന്തിപ്പിച്ചുകൊണ്ട് തന്റെ ജീവനെ തന്നെ അങ്ങ് ലഘൂകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് എലീശയ്ക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ പകുതിയിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്ലാൻ എന്താ, പർപ്പസ് എന്താ നിങ്ങൾ അറിയാതെ നിങ്ങൾ വഴി തിരിഞ്ഞ് നിങ്ങൾ വേറൊരു വഴിയിൽ പോകുന്നുവെങ്കിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അവിടെ വെച്ച് ഡിസ്കറേജ്ഡ് ആവരുത്, അവിടെ വെച്ച് നിങ്ങൾ നിരുത്സാഹപ്പെടരുത്. ദൈവം നിങ്ങളെ മുൻപോട്ട് നടത്തുന്ന ദൈവമാണ്. Praise the Lord. Yeah, worry and anxiety brings stress. It brings lack of sleep. Amen. Hallelujah. പലതിനെ കുറിച്ചുള്ള വിചാരങ്ങളല്ല, ആകുലതകൾ എപ്പോഴും സ്ട്രെസ്സും ആൻസൈറ്റിയും മാത്രമാണ് കൊണ്ടുതരുന്നത്. When Jesus was in the ship, we have read this in the book of Mark and book of Matthew, Peter was among the 12 that were there. He could not sleep when Jesus was sleeping, but something happened. Amen. Hallelujah. ഇടയിൽ യേശുക്രിസ്തു അവിടെ ഉറങ്ങുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഈ പീറ്റർ ഇങ്ങനെ നോക്കുവാണ്, അല്ലെങ്കിൽ പത്രോസ് ഇങ്ങനെ നോക്കുവാണ് കർത്താവ് എന്താണ് ചെയ്യുന്നത് തന്റെ വിശ്വാസക്കുറവിനെ കുറിച്ച്. Look at Acts of Apostles chapter 12. There we are going to read in verse 6. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 12-ാം chapter 12 verse 6. The Bible says, and when Herod would have brought him forth, that is Peter is talking about here, the same night Peter was sleeping between two soldiers, bound with two chains, and the keepers before the door kept the prison. Amen. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 6-ാം വാക്യം. ഹെരോദാവ് അവനെ ജനത്തിന് മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിനെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുൻപിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. In the book of Mark, Jesus Christ said, you have no faith or little faith. Now in the books of, because they could not sleep because of fear of the wind and the sea that is shaking. But now Peter learned from that time and learned from that point, Peter now can sleep between two soldiers, tied together with them. Why was he able to sleep now? Praise the Lord.
മത്തായി സുവിശേഷത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? അവർ ഭാരപ്പെടുകയും ആകുലപ്പെടുകയും വിചാരപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ അല്പവിശ്വാസികളെ എന്ന് കർത്താവ് സംബോധന ചെയ്തു എങ്കിൽ പിന്നെയുള്ള ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ പിന്നെയുള്ള മർക്കോസ് സുവിശേഷങ്ങൾ നമ്മൾ എന്താണ് കാണുന്നത്? അവർക്ക് വിശ്വാസം തീരെ ഇല്ലാത്ത അവിശ്വാസികളെ എന്ന് വിളിച്ച് ദൈവം കർത്താവ് അവിടെ എല്ലാം കഴിഞ്ഞ് പത്രോസ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു കാരാഗ്രഹത്തില് 2 കള്ളന്മാരുടെ ഇടയിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അവന് സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നു. He was able to sleep because there was no fear there. His life is in the hands of God. He was able to sleep because there was no worriness there, because he's there to do the will of God, the preaching of the gospel. So, God, if you want me to preach tomorrow, deliver me now. And he went to sleep, and that's what he should do. Praise the Lord, hallelujah. എന്തുകൊണ്ടാണ് പത്രോസ് അവിടെ കിടന്നുറങ്ങിയത്? അല്ലെങ്കിൽ പത്രോസ് അവിടെ കിടന്നുറങ്ങാൻ കാരണം എന്താണ്? തനിക്ക് ഭാരമില്ലായിരുന്നു, ഭയമില്ലായിരുന്നു, മരണഭീതിയില്ലായിരുന്നു. കാരണം തന്നെ നടത്തുന്ന ദൈവം വിശ്വസ്തനാണെന്നും തന്നെ ഇന്ന് ഇവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉത്തമ ബോധം തനിക്ക് ഉള്ളത് കൊണ്ടും താൻ അവിടെ ഭാരപ്പെടാതെ താൻ സുഖമായി ഉറങ്ങി. Praise the Lord. The consequences of there's no time for me to go through. Let me just mention a few, then we'll go to the last point. They are a very haunting. It brings anger, self-pity, haunt, and hopelessness, even confusion to people. എനിക്ക് അധികം സമയമില്ല വിശദീകരിക്കാൻ, എങ്കിലും കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഹോപ്പ്ലെസ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാതെ അല്ലെങ്കിൽ വിശ്വാസത്തിന് കണക്ക് കാണാത്ത ഒരു അവസ്ഥയും നടക്കുകയില്ല എന്നുള്ളൊരു മനസ്സിലേക്ക് അലട്ടുന്ന ചിന്ത വരുമ്പോൾ sometimes they are not able to respond to treatment in the hospital because they are full of worriness, and the doctor will begin to think, what is happening to my patient? This medicine is supposed to take care of this situation. The medicine could not take care of that because the person is worried, full of fear. I'm going to die. What kills some people in the hospital or when they are sick, it is the fear of death. It is the fear of losing out that kills them, not the real sickness itself. Hallelujah. പലപ്പോഴും മെന്റൽ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പലവിധമായ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ രോഗികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ വളരെയധികം ആകുലപ്പെട്ട്, വളരെയധികം ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആയി, വളരെയധികം ഡിപ്രഷൻ പോലുള്ള നിരാശ രോഗങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ, ആ മരുന്നിന് ട്രീറ്റ് ചെയ്യുന്ന രോഗമല്ലായിരിക്കാം ആ പേഷ്യന്റിനുള്ളതെങ്കിലും അവർ പലതിനെ കുറിച്ച് ഭാരപ്പെട്ട് ചിന്തകളാൽ വലയപ്പെട്ട് അവർക്ക് എന്ത് മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടറിന് അറിയാത്ത അവസ്ഥയായി തീരുന്നു. അവരുടെ ഭാരമാണ്, അല്ലെങ്കിൽ വളരെയധികം വറിയാണ് അവരുടെ ഈ ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്ക് കാരണം. Fear and worriness and anxiety brings nightmare. They begin to dream and see some terrible things. They will see themselves be buried. They will see themselves people doing this and all those are lies. Needless fear. ഹല്ലേലൂയ. ഇതെല്ലാം ഭീരുതത്തിന്റെ അല്ലെങ്കിൽ ഭയത്തിന്റെ ഒരു ആത്മാവിന്റെ സവിശേഷതകളാണ് ഈ വളരെയധികം ചിന്തപ്പെടുക, ഭാരപ്പെടുക, വിചാരപ്പെടുക എന്നുള്ളതൊക്കെയും. Now in point 3, the antidote or the cure to fear, worry and anxiety, the solution. ഇവിടെ മൂന്നാമത്തെ കാര്യം എന്താണ് നമുക്ക് പറയാൻ കഴിയുന്നത്? ആന്റിഡോട്ട്, അല്ലെങ്കിൽ ഇതിന്റെ പ്രതിവിധി എന്താണ്? നമ്മൾ ഈ ഫിയറിനെ, ആൻസൈറ്റിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? എങ്ങനെ ഇതിനെ തരണം ചെയ്യാം? As we come to the solution, let's go back to Matthew chapter 6 in verse 30. നമുക്ക് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വീണ്ടും കടന്നു. So the Bible says, Jesus Christ said here, wherefore if God so clothe the grass of the field, which today is and tomorrow is cast into the oven, shall he not much more clothe you, O ye of little faith? Amen. Hallelujah. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കും എന്ന് ശരീരത്തെ കൊണ്ട് വിചാരപ്പെടുന്ന ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരം വലുതല്ലോ. Little faith creates fear, worry and anxiety. അല്പവിശ്വാസം ആൻസൈറ്റി അല്ലെങ്കിൽ വറീനെസ് അല്ലെങ്കിൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ കൊണ്ടുവരും. Or lively or growing faith conquers fear, worry and anxiety. ഹല്ലേലൂയ. ഒരു ലൈവായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ തികഞ്ഞ വിശ്വാസം ഭയത്തെ പുറത്താക്കുന്നു. As you read the Bible, as you study the Word of God, your faith will be growing because faith comes by hearing. And as your faith is growing and you are using the faith and is growing, it banishes fear and anxiety from your life.
Amen. വിശ്വാസം കേൾവിയാൽ വരുന്നു. ഹല്ലേലൂയ. കേൾവി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വരുന്നു ആകുന്നതിനാൽ നിങ്ങളുടെ വചന ധ്യാനത്തിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വചനം പറയുമ്പോൾ നിങ്ങളുടെ കേൾവി കാരണം ഈ വിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ഭയത്തെയും ഭീരത്തിന്റെ ആത്മാവിനെയും പുറന്തള്ളുവാൻ കഴിയും. Praise the Lord. Little faith makes us panic, but lively faith makes us to be peaceful. Amen. അല്പവിശ്വാസം നമ്മളെ വളരെയധികം പരിഭ്രാന്തരാക്കുന്നു. എങ്കിലോ തികഞ്ഞ വിശ്വാസം ഭയത്തെ പുറത്താക്കി സമാധാനം നൽകുന്നു. That's why when Jesus Christ said, "Peace be still," there was a great calm. Peace came in. Quietness came in. Jesus Christ used the word peace, 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 peace be still, be quiet. You should know when to be quiet. You should know when to speak, to act. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്ത് സംസാരിച്ചാലും സമാധാനം നിങ്ങളോടുകൂടെ, അല്ലെങ്കിൽ സമാധാനം, അല്ലെങ്കിൽ അടങ്ങുക, ശാന്തമാകുക, പീസ്. ദൈവം അങ്ങനെ ഒരു സംബോധനയാണ് ചെയ്യുന്നത്. Sometimes, or most of the times, our tongue has brought us to more troubles. What we speak has brought us to more trouble faster than our feet. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ വാക്ക് നിമിത്തം നമ്മൾ പലവിധമായ പ്രയാസങ്ങളിൽ നമ്മൾ അകപ്പെടാറുണ്ട്. നമ്മുടെ കാലുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. When we talk, we destroy our faith. We talk negatively against the promise of God. That's why the prayers are not answered. നമ്മൾ വാക്കുകൊണ്ട് സംസാരിക്കുമ്പോൾ അതേ കർത്താവിന്റെ പ്രോമിസസ് അല്ലെങ്കിൽ വാഗ്ദത്തത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് അത് വാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാക്കിൽ നിന്ന് വായിൽ നിന്ന് വരുന്നു. With little faith comes anxiety and vexation of spirit, but with lively faith comes assurance and victory over our soul. In our souls, rather. Hallelujah. അല്പവിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ജീവനെ കെടുത്തി കളയുന്നുവെങ്കിൽ തികഞ്ഞ വിശ്വാസം പൂർണ്ണമായ അഷ്യൂറൻസ് നൽകുന്നു, അല്ലെങ്കിൽ ഒരു പൂർണ്ണ ഒരു കംഫർട്ട് തരുന്നു. ദൈവം നമ്മളെ ബലപ്പെടുത്തുകയും നമ്മളെ ശക്തീകരിക്കുകയും നമ്മളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. All we need is for our faith to grow, and our growing faith will prevent fear, and our growing faith is going to banish worriness. Our growing faith is going to bring will remove all those negative things, vices that are coming in gradually. Amen. Hallelujah. വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിലെ വർദ്ധിപ്പിക്കുമ്പോൾ പലവിധമായ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഭീരുതത്തിന്റെ ആത്മാവ്, ചില വിധമായ ബാഡ് തോട്ട്സ്, ഇതെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോയി ഒരു സന്തോഷത്തിന്, സമാധാനത്തിന്, പരിപൂർണത്തിന്റെ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. Thank you very much. The preacher is even helping me. Bad thoughts, negative thoughts are not good for you to have a happy life. Take them away. Even doctor will even advise you. All those negative thinking contrary to the word of God, throw them away. The Bible says, "I shall not die but live and declare the work of God." Speak positive things, speak the word of God. Your life will be better for it. Amen. Praise the Lord. ഹല്ലേലൂയ. ദൈവവചനം വളരെ സ്പഷ്ടമായും സത്യമായിട്ടും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന ദൈവത്തിന്റെ നന്മയെ കാണും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ജീവനോടിരുന്ന കർത്താവിന്റെ നന്മയെ കാണുവാൻ തക്കണം നിന്റെ വായ അത് പറയട്ടെ, നിന്റെ വായ അത് പ്രസ്താവിക്കട്ടെ. ഹല്ലേലൂയ. നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ നിങ്ങളുടെ വായനെ കൺട്രോൾ ചെയ്യാൻ, കൺസ്ട്രക്ട് ചെയ്യുവാൻ കർത്താവിലേക്ക് സമർപ്പിച്ചു കൊടുത്തോണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ മാത്രം സംസാരിക്കുക. Praise the Lord. If something negative happened to you in your life, calm down, go to your room, read your Bible, separate yourself from people, because any word you are going to speak at the time of discouragement will create and increase your problem. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ്, നിങ്ങൾ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ റൂമിൽ ചെന്ന് കതകടച്ച് മറ്റുള്ള എല്ലാ വ്യക്തികളിൽ നിന്ന് മാറിയിരുന്നു കൊണ്ട് നിങ്ങളെ തന്നെ ഒരു വികലനം ചെയ്യുക, നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കി, നിങ്ങളെ തന്നെ എക്സാമിൻ ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് സംസാരിക്കുന്നു അതിൻ്റെ അകത്ത് 10 ഇരട്ടി പ്രോബ്ലംസ് ആണ് വരാൻ പോകുന്നത്. In the latter part of verse 30, Jesus said that He said, "Not much more
clothes you, God will clothe us. That means God is going to cover us with the proper dress we need, and God is going to feed us, and God will heal us. Amen. Hallelujah. ദൈവം നമ്മളെ നല്ലൊരു ഉടുപ്പ് ധരിപ്പിക്കും. ദൈവം നമ്മളെ നന്നായ ഭക്ഷണം നമുക്ക് നൽകി തരും. ദൈവം നമ്മളെ നന്നായി പുലർത്തുന്ന കർത്താവാണ്. Praise the Lord. When we talk about lively faith or growing faith, is the faith that does not doubt God at all. ഹല്ലേലൂയ. വളർന്നു വരുന്ന വിശ്വാസം അല്ലെങ്കിൽ വളരെ ജീവനുള്ള വിശ്വാസത്തെ കുറിച്ച് എനിക്ക് എന്താണ് പറയാൻ തോന്നുന്നത്? The question I will ask you, will God feed you? ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തരുകയാണെങ്കിൽ You believe in God. Are you sure that you know that God will feed you at this difficult time? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുണ്ടോ കർത്താവ് നിങ്ങളെ പുലർത്തും, നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന്? Will God provide you clothing to cover your nakedness so that you can fulfill the purpose of God for your life? Will God do that for you? നിങ്ങൾ വിശ്വസിക്കുന്നോ കർത്താവ് നിങ്ങളുടെ നേക്കഡ്നെസ് മറയ്ക്കാൻ വഴിയുള്ള ഉടുപ്പ് ദൈവം തരുമെന്ന്? If God can take care of the birds and take care of the animals that are not going to heaven, will God heal your wounded body as I'm talking now? ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ ശരീരത്തെയും വൂണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുറിവേൽക്കപ്പെട്ട ശരീരത്തെ ദൈവം തൊടുകയും സൗഖ്യമാക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളതിനൊക്കെയും പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? Move closer to God with faith, with a true heart, in full assurance of faith to God now. നിങ്ങൾ പൂർണ്ണമായി കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ ഒരു ഭദ്രത നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? In Hebrews chapter 10, look about 22. എബ്രായർ 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ എന്ത് പറയുന്നു? And in verse 22, Hebrews chapter 10, verse 22 and 23, the Bible said, let us draw near with a true heart in full assurance of faith, having our hearts sprinkled from an evil conscience and our bodies washed with pure water. Let us hold fast the profession of our faith without wavering, for he is faithful that promised. Hallelujah. എബ്രായർ 10-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ടും സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. The Bible says, be careful for nothing, but in every situation, through faith, through praises, through thanksgiving and prayer, let your will be made known unto God. He cares for you. Hallelujah. എല്ലാ അവസ്ഥകളിലും നിങ്ങളുടെ എല്ലാ ജീവന്റെ അവസ്ഥകളിലും ഹല്ലേലൂയ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ജീവനായി ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ എല്ലാ വഴികളും കർത്താവിനെ നനച്ചു കൊള്ളുകയാണെങ്കിൽ കർത്താവ് നിങ്ങളെ പുലർത്തും. Praise the Lord. God's faithfulness is removing all fears. ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തിലെ ഭയത്തെ മാറ്റിക്കളയുക. There are some children that perform for us in our worship today. I want to use them to teach us. ഹല്ലേലൂയ. ഇന്ന് കുഞ്ഞുങ്ങൾ എന്റെ വചനം കേട്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, those children will wake up in the morning, they don't care whether there's food there. We just say, Mom, I need food, and they will provide them the food. കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇന്ന് എന്താ ഭക്ഷണം എന്ന്. അവർ ഉത്തരേ പറയത്തുള്ളൂ, മമ്മി എനിക്ക് ഭക്ഷണം തരിക. The parents are thinking about how my children will feel. The children, as they are growing up, you are the one going to the market to buy clothes. Before they even give back to the children, the clothes they will wear in the hospital, you have bought them already. ഹല്ലേലൂയ. അവർ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ആ നേരത്തേക്ക് എന്താ അവർക്ക് ഭക്ഷിക്കാനുണ്ട്, എന്ത് കഴിക്കാനുണ്ട് എന്ന് മാത്രം. Whatever the children will need, just from day one, everything they will need, the parents are provided for them. Can human beings be more faithful than the Almighty God? ഹല്ലേലൂയ. ഒന്നാമത്തെ ദിവസം മുതൽ കർത്താവ് അവരെ പരിപാലിക്കുക, അവരെ നടത്തുന്നത് അവർ തന്നെ താൻ മനസ്സിലാക്കും. Praise the Lord. The Lord is more faithful. The Lord is more capable. The Lord is more in everything. God is better than us. And if we can do that for our children, God will do more for us. Amen. Praise the Lord. Hallelujah. നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്ര അധികം നിങ്ങൾ ചെയ്യുന്നു, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു, അവരെ നല്ല രീതിയിൽ അവരെ വളർത്തുന്നുവെങ്കിൽ സ്വർഗസ്നായ നല്ല പിതാവ്, നിങ്ങളുടെ നല്ല ദൈവം ഹല്ലേലൂയ നിങ്ങളെ എത്ര അധികം സൂക്ഷിക്കും, എത്ര അധികം പരിപാലിക്കും. Praise the Lord.
So meditate on the promises of God, on the provision of God for your freedom. കർത്താവിന്റെ പ്രൊവിഷൻ അല്ലെങ്കിൽ കർത്താവിന്റെ നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ കർത്താവ് നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെട്ടതാണ്. If you are a child of God, if you are born again, you are a child of God. Okay, നിങ്ങളൊരു ദൈവവിശ്വാസി അല്ലെങ്കിൽ നിങ്ങളൊരു ദൈവത്തിന്റെ പൈതലാണ്. And you have confessed all your sins to God. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെല്ലാം ദൈവത്തിന് സന്നിധിയിൽ ഏറ്റു പറഞ്ഞെങ്കിൽ, and you have promised God, I will not go back to them again. നിങ്ങൾ ദൈവത്തിനോട് പ്രോമിസ് ചെയ്യുകയാണ്, ഞാൻ ഒരിക്കലും ഇനി തിരിഞ്ഞു പോവുകയില്ല ആ പാപത്തിലേക്ക്. And then you promise God also that from this moment forward, I want to belong to you. I want to be a child of God. Come into my heart, Lord Jesus. ഈ നിമിഷം മുതൽ അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ കർത്താവേ, ഞാൻ എന്റെ ജീവനെ മുഴുവനായി ഞാൻ നിനക്ക് തരുന്നു. ഞാൻ പൂർണ്ണമായി എന്റെ ജീവനെ നിനക്ക് മുഴുവനായി തരുന്നു. നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരയണമേ. We are about closing now. God is ready to grant you regeneration of the heart, to grant you salvation, to recreate you. That's the biggest miracle ever in this world. Amen. Praise the Lord. Hallelujah. ഇന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് ഹല്ലേലൂയ, ദൈവം നിങ്ങളെ ഒന്ന് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ബിഗ്ഗസ്റ്റ് മിറക്കിളിനെ പോലെ ദൈവം നിങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം, നിങ്ങളൊന്ന് രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു. It is not the one you do that every morning you wake up, you are confessing sin. Which sin are you confessing? Yesterday you are told God, you are giving your heart to the Lord, and in the morning now you are confessing because the devil is cheating you. If you continue confessing sin every day of your life, you cannot grow in the faith. You cannot grow spiritually. Which sin? Where did you get them? Jesus took them away, the Bible says, and the devil is bringing a fake picture of what has been taken away to you. Amen. Praise the Lord. Hallelujah. നിങ്ങൾ എല്ലാ ദിവസവും ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ നിങ്ങൾ പാപത്തെ കുറിച്ച് ക്ഷമ ചോദിച്ചു എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റപ്പോൾ വീണ്ടും ക്ഷമ ചോദിക്കുകയാണെങ്കിൽ, എപ്പോഴും നിങ്ങൾ ദൈവത്തിനോട് ക്ഷമ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? പാപത്തിൽ പിശാചായവൻ നിങ്ങളെ തന്ത്രങ്ങളാൽ പറ്റിച്ചുകൊണ്ട്, നിങ്ങളെ തന്ത്രങ്ങളാൽ സൂത്രത്തിൽ നിങ്ങളെ പാപത്തിലേക്ക് തള്ളിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നത്. ഇങ്ങനെ വീണ്ടും വീണ്ടും ക്ഷമ ചോദിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വാസത്തിൽ മുന്നേറാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഹല്ലേലൂയ, പാപത്തിൽ നിന്ന് വേർതിരിഞ്ഞ് ജീവിക്കുവാൻ. ഇല്ല എങ്കിൽ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അതൊരു ഭയത്തിന്റെ ആത്മാവിനെ കൊണ്ടുവരും. Lastly, before we pray, let's open to 1 John chapter 1 verse 9. 1 John chapter 1 verse 9. മുൻപായിട്ട് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ എന്ത് പറയുന്നു? 1 John chapter 1 verse 9. If we confess our sins, he is faithful and just to forgive us our sins and to cleanse us from all unrighteousness. നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഇവിടെ എന്താണ് രക്ഷ? ദൈവത്തിന് നേരെ ഹൃദയം തുറന്നു കൊടുക്കുക. All the lies, all the fornication, all the impurity, all the adultery, everything you tell God. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള മ്ലേച്ഛകരമായ അവസ്ഥകൾ, പാപങ്ങൾ അല്ലെങ്കിൽ വളരെയധികം വന്നിട്ടുള്ള ഫോർണിക്കേഷൻസും അഡൾട്ടറസ് എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുക. And the Lord, the Bible is saying that He is faithful. God is a faithful God, and that is going to forgive you. Once God has forgiven, He has taken them away. The devil has no access to it. Don't mention them again. Amen. Praise the Lord. Hallelujah. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വാസ നീതിമാനുമായ കർത്താവ് ദൈവം നമ്മളോട് കൂടെ, നമ്മൾ ഒരു വട്ടം നമ്മളോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ പിശാചിന് അതിന്റെ മേൽ ഒരു അധികാരവുമില്ല. അവന് യാതൊരു രീതിയിലുമുള്ള അധികാരം നമ്മുടെ മേൽ ചെലുത്തുവാൻ കഴിയില്ല. ഒരു പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് എന്നേക്കുമായി വിട്ടുമാറിയാൽ. Hallelujah. And if you are confessing that means you are not a child of God. That means you are still a sinner. Let it stop today. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമാണ്, പ്രതികൂലമാണ്, ദൈവത്തോട് ക്ഷമ ചോദിച്ച് പാപങ്ങൾ ഏറ്റുപറയുക. There is no sinning Christian. There is no sinning saint in the Bible. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരിക്കലും എഴുതിയിട്ടില്ല ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ക്രിസ്തീയ പാപം.
A sinner is not a Christian, and a Christian is not a sinner. പാപി ഒരിക്കലും ക്രിസ്ത്യാനിയല്ല, ക്രിസ്ത്യാനി ഒരിക്കലും പാപിയാകാനും കഴിയുകയില്ല. If we confess our sins, He is faithful. God Almighty is faithful and just to forgive us our sins and to cleanse us from all unrighteousness. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ മുഴുവനും ക്ഷമിക്കും. Now, when He cleanses us from all unrighteousness, He will cleanse us from all fear, He will cleanse us from all worry, He will cleanse us from all anxiety. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും, നമ്മുടെ എല്ലാ ജീവിതത്തിലെ പാപങ്ങള്, എല്ലാ ആൻസൈറ്റീസ് ആൻഡ് വറീസ് എല്ലാം ദൈവം നമ്മളിൽ ക്ഷമിക്കും. We are going to God in prayer now, and we are going to open our heart to the Lord. നമ്മൾ നമ്മുടെ ഹൃദയത്തെ കർത്താവിലേക്ക് തുറക്കുവാൻ പോവുകയാണ്. I was going to tell the Lord, oh Lord, this is where I am. I want salvation for those who want salvation. I want deliverance for those who want deliverance. I want to be free from all this fear, from all this worry and anxiety. God is doing that now. Amen. Hallelujah. ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക. എന്റെ ദൈവം എന്റെ പാപങ്ങൾ, എന്റെ ഹൃദയത്തിലെ വന്ന ചിന്തകൾ, എന്റെ വിചാരങ്ങൾ, ഹല്ലേലൂയ, എന്റെ ഭീരുത്വത്തിന്റെ ആത്മാവ്, എന്റെ ഭയത്തിന്റെ ആത്മാവെല്ലാം എന്നെ വിട്ടുമാറിക്കൊണ്ട് കർത്താവേ താഴ്മയുടെ അവസ്ഥ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക് എന്നെ നയിക്കുമാറാകണമേ. Your faith starts at this point. ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുക. The lively faith starts, the growing faith starts at this point of putting sin away. നിങ്ങളുടെ ഭയത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ പാപത്തെ മാറ്റി എറിഞ്ഞു കളഞ്ഞുകൊണ്ട് കർത്താവിൽ വിശ്വാസത്തിൽ വളരുക. Then you continue to be a growing child of God. You have to pray now. You have to continue to be a growing child of God. Every day you have a robust faith to face every situation, the uncertainty of life. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നും വളരാൻ കഴിയുന്ന വിശ്വാസ ജീവിതത്തിന് എന്നും വളർച്ചയിലേക്ക് കടന്നു വരാൻ തക്കന ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതെന്നും നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ കണ്ടുമുട്ടുന്നോളം നിങ്ങൾ അത് വളരുമാറാകട്ടെ. You pray for yourself, and I will pray for you. I am binding and destroying every unseen powers of darkness bringing fear to your life. Fear is a spirit, it must go. ഹല്ലേലൂയ. വിധമായ പൈശാചിക ബന്ധന ശക്തികൾ നിങ്ങളെ ഭയത്തിന്റെ ആത്മാവിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭീരുത്വത്തിന്റെ ആത്മാവിലേക്ക് കൊണ്ടുവരുന്ന നിങ്ങളെ പാപത്തിലേക്ക് തള്ളിക്കളയുന്ന ഈ ദുഷ്ടന്റെ ശക്തികളെ എല്ലാം ശാസിച്ചകറ്റി പ്രാർത്ഥിക്കുവാൻ ഞാൻ പോകുന്നു. The truth of the word of God must set you free. ദൈവത്തിന്റെ വചനം നിങ്ങളെ സ്വതന്ത്രമാക്കും. You must be free. ദൈവത്തിന് നിങ്ങളെ സ്വതന്ത്രമാക്കും. Pray for yourself, pray for yourself, pray for yourself. I will pray for you, but pray for yourself first. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Trust in the Lord as you pray. പാസ്റ്റർ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കും. Proper consideration and logical thinking. That's what God is expecting. We are more important than the ladies. Hallelujah. നമ്മൾ പ്രോപ്പർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിംഗ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. We have faith in God. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. We have faith in His death, His burial, and His resurrection of Jesus Christ. Amen. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. They are praying now. Miracle is coming your way. You are praying, and I'm going to command. I'm going to stand on the word of God, and God is going to touch your heart even now, not tomorrow, right now. Amen. Hallelujah. ഇപ്പോൾ തന്നെ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളെ വ്യാപരിക്കുവാൻ ഇപ്പോൾ തന്നെ ദൈവം ശക്തനാണ്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തൊടുവാൻ പോകുന്നു. Praise the Lord. In Jesus' name we pray. Amen. Almighty Father, I thank you very much for tonight. ദൈവമേ ഈ ഉച്ചയായ സമയത്തിനായി നന്ദി പറയുന്നു. I pray, oh Lord, for everyone confessing unto you for restoration, for salvation, for regeneration. ഹല്ലേലൂയ. ദൈവമേ അവരുടെ രൂപാന്തരത്തിൽ റിസ്റ്റോറേഷനായി ജനറേഷനായി ഹല്ലേലൂയ അവരുടെ രൂപാന്തരത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. That you take away all those sin as they truly repenting of all their known sin, and whatever that is making them not to be born again, oh Lord, I bind it now in Jesus' name.
Amen. Hallelujah. ദൈവമേ ശത്രു പലവിധമായ പാപ സ്വഭാവങ്ങളാൽ അവർ ഹൃദയത്തെ മലിനമാക്കിക്കൊണ്ട് ഹല്ലേലൂയ അവർ ഹൃദയത്തെ ബന്ധിച്ച് കളയുന്ന ഈ ദുഷ്ടന്റെ ശക്തിയിൽ നിന്ന് അവർ വാസ്തവമായ അവരുടെ മാനസാന്തരത്തിൽ നിന്ന് കർത്താവെ നീ അവരെ സഹായിക്കണമേ. അവർ വാസ്തവമായി മാനസാന്തരപ്പെട്ട് നിന്റെ സന്നിലേക്ക് മനം തിരിഞ്ഞു വരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കെട്ടിക്കളയുന്ന ദുഷ്ടന്റെ ശക്തികള് ഈ പാപത്തിന്റെ പൈശാചിക ശക്തികൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ മുദ്രയിടുന്നു. Forgive every sin and write their names in the book of life while we are praying now in Jesus' name. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തി ഭവനിലേക്ക് കടന്നു വരുമാറാകട്ടെ. Oh Lord, I pray that those things they have confessed already, give them the heart never to go back to them again. കർത്താവേ ഹൃദയങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് തരുന്നവർ നിന്റെ സന്നിധിയിൽ പാപക്ഷമയെ അപേക്ഷിക്കുന്നവർ അവരൊരിക്കലും പാപത്തിലേക്ക് കടന്നു പോകാതെ വേണം നീ അവരെ സൂക്ഷിക്കുമാറാകണമേ. Sanctify their hearts and put their names in the book of life. കർത്താവെ അവർ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് കർത്താവെ നിന്റെ അവരുടെ പേര് സ്വർഗ്ഗത്തിലെ പുസ്തകത്തിൽ എഴുതുമാറാകണമേ. I also pray for those who have fears and worry and anxiety. Oh Lord, I bind those spirits of fear and worriness. I command that be broken away from their life and set them free. Give them freedom right now, oh Lord, in Jesus' name. Amen. Hallelujah. നാമത്തിൽ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അവർ ഹൃദയത്തെ ബന്ധിച്ചുകൊണ്ട് അവർ ഹൃദയത്തിനെ മലിനമാക്കിക്കൊണ്ട് അവർ ഹൃദയത്തെ അന്ധകാരത്തിലേക്ക് കടത്തി കൊണ്ടുവരാൻ പോകുന്ന ദുഷ്ടന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. And family people that are sick, oh Lord, I pray and I bind the spirit of infirmity. I command all those evil sicknesses and all those pains, those moving objects, I command them to come out of their bodies now in Jesus' name. Amen. Hallelujah. വിശ്വാസത്തിന്റെ ആത്മാവിനെ ഹല്ലേലൂയ രോഗത്തിന്റെ ആത്മാവിനെ ഹല്ലേലൂയ ഭയത്തിന്റെ ആത്മാവിനെ കൊണ്ട് മനസ്സിനെ ശരീരത്തെ ഒരുപോലെ വ്യാപരിച്ചിരിക്കുന്ന ആ ദുഷ്ടന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരങ്ങളെ വിട്ട് പുറത്തു വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. Praise the Lord. That spirit of asthma, I command you, come out in Jesus' name. ഞാൻ യേശുവിനെ രക്തത്താൽ പ്രാർത്ഥിക്കുന്നു, രക്തത്താൽ വചനത്താൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അത് വിട്ടുമാറി പോകട്ടെ. That pain in the head, I command you, come out of that head now in Jesus' name. അവരുടെ ഹൃദയത്തിൽ നിന്നും അവരുടെ തലകളിൽ നിന്നും അത് വിട്ടുമാറി പോകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. Joblessness, I command joblessness to come out of your people in Jesus' name. ജോലിയില്ലായ്മ അല്ലെങ്കിൽ ജോബ്ലെസ്നെസ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരിൽ അത് വിട്ടുമാറി പോകട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. I pray the jobs of your people should be seeking for them and looking for them now in Jesus' name. കർത്താവെ അവർ ഹൃദയങ്ങളെ കർത്താവിലേക്ക് ഉയർത്തുവാൻ അല്ലെങ്കിൽ കർത്താവിനെ അന്വേഷിക്കുവാൻ തക്ക ഹൃദയങ്ങളെ മനസ്സിനെ ഒരുപോലെ സഹായിക്കുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ. Grant testimony to everyone listening to me now in Jesus' name. കർത്താവെ അവർക്ക് നല്ലൊരു ടെസ്റ്റിമണി കൊടുക്കുമാറാകണമേ. എല്ലാവരും കേൾക്കുവാൻ തക്കണ കർത്താവ് അതിനുള്ള മിറാക്കിൾ സംഭവിക്കുമാറാകണം യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Deliver everyone from the consequences of fear, of worry and anxiety. ദൈവമേ കോൺസിക്വൻസസ് ഓഫ് ഫിയറിന്റെ ആൻസൈറ്റിയിൽ നിന്ന് ദൈവമേ ദൈവജനത്തെ നീ സൂക്ഷിക്കണമേ, വിട്ടുവെക്കുമാറാകണമേ. Let your people be happy, be joyful and live a fulfilled life in Jesus' name. ദൈവവിശ്വാസികൾ സമാധാനത്തോടും സന്തോഷത്തോടും ആത്മീയ ജീവിതത്തിൽ അവരെ വഴി നടത്തുമാറാകണമേ യേശുവിന്റെ നാമത്തിൽ. As they serve you, take away sickness from their midst. അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഭാരങ്ങളെ രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. Take away indecision from their mind. അവരുടെ പലവിധമായ ഭാരങ്ങൾ അവരുടെ ഹൃദയത്തിലെ കഠിനമായിട്ടുള്ള ചിന്തകളെല്ലാം വിട്ടുമാറി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. Remove discouragement away from them. ദൈവമേ അവരുടെ നിരുത്സാഹം വിട്ടുമാറി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. Let your healing anointing come now. ദൈവമേ അവരെ അനോയിന്റ് ചെയ്യുമാറാകണമേ യേശുവിന്റെ നാമത്തിൽ. Thank you, Lord, because I know you have answered. ദൈവമേ നീ വളരെ കരുണയുള്ള ദൈവമായാൽ ഞാൻ നിന്നോട് നന്ദി രേഖപ്പെടുത്തുന്നു. In Jesus' mighty name I pray. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray for the good interpreter also. ദൈവമേ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നു. Touch the good interpreter and make her, oh Lord, a happy believer in Jesus' name. Amen. Whatever need in her life, whether spiritual, whether financial, whatever needs in her life, oh Lord, bring solution to it now and the extended family in Jesus' name. അതൊരു വലിയ നടക്കുമെന്ന് ഞാൻ കർത്താവിനെ അപേക്ഷിക്കുന്നു.
Testimony everywhere now. Testimony everywhere now. Miracle everywhere. Miracle everywhere. Miracle everywhere. Thank you, Lord, for the answer. Thank you, Lord, for the answer. Thank you, Lord, for the answer. Hallelujah. In Jesus' name we pray. Amen. 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 You are blessed. In Jesus' name. God bless you. Amen. Hallelujah. Amen. Amen. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജിനായി ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. Amen. I'm praising God for the blessed message. Praise the Lord. ഇന്ന് പകൽക്കാലം നമ്മോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവനെ ശുശ്രൂഷിക്കുവാനും കർത്താവദാസനെ ഇടയാക്കിയല്ലോ. ബ്രദർ ഹെൻറി മുന്നോട്ട് കടന്നു വന്ന് ഓട്ടോ താങ്ക്സ് കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായി. Amen. Our God help us in this morning to hear a blessed word of God from the man of God. Now I'm welcoming Brother Henry to come forward and say of thanks. Praise the Lord. Hallelujah. Pastor, we don't know what to say. I'm sure we are short of words. Thank you very, very much. May the Lord of heaven, may God of heaven continue to enrich your ministry. Continue to bless you and your family. In short, we are blessed this very morning. We are blessed. We are blessed. I say thank you very, very much. Father, for those things that we don't know before, you tell us, and we are very thankful. Thank the Lord of heaven will continue to guide you and to enrich you and to guide you wherever you are. Even in that Dubai where you are, God will see you through in Jesus' name. Thank you very much. God bless you too. God bless you all. Amen. Thanks so much. God bless you abundantly. Praise the Lord. Praise God. Hallelujah. ഇത്രത്തോളം ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നോ? Amen. Until this time, God's presence is with us. അനുഗ്രഹപ്പെട്ട ശുശ്രൂഷകളൊക്കെ നമുക്ക് നൽകി തന്നു. Has given a wonderful message ministry this morning for us. പ്രത്യേകാൽ നാം ചിന്തിച്ചിരിക്കുന്നത് പോലെ അടുത്ത ആഴ്ച മുതൽ ദൈവസഭയിൽ ആരാധന ഉണ്ടായിരിക്കും. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ ആഴ്ച തന്നെ എന്നെ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. Amen. Especially next Friday onwards, we will have our service in our church. If someone is interested to come and join with us, you are come and let me know by Wednesday itself so that I can arrange everything. Amen. Amen. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. Amen. Let's pray together. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. We can submit man of God into Lord's hand. We can pray for their ministry and for their family. പ്രാർത്ഥിക്കുമ്പോൾ ഡോക്ടർ ജൂണ ശബ്ദമേർത്തി പ്രാർത്ഥിക്കും. When we will pray together, Dr. Jonah can lead the prayer and we can conclude our meeting. In Jesus' name we pray. Father, we thank you for this morning, O Lord. Lord, this morning we came expecting great things from you. And Lord, it has been a period of showers of blessing. We thank you because you've told us that we need to be free from worry, fear, and anxiety. And you've told us, you've shown us the consequences of worry, fear, and anxiety in our Christian lives. And not only that, you've shown us the way out of worry, fear, and anxiety. You have encouraged our hearts. You have helped us to trust in you. Lord, I pray that from this time henceforth, we will not be men of no faith. We will not be men of little faith, but will be men and women of living faith, of great faith, in Jesus' name. Mighty things, great miracles will happen in our lives. We want to thank you for the servants you have used for us all the way from Dubai. Lord, we pray for his ministry, that you will expand his ministry the more, that as he begins to, as you expand his ministry, mighty miracles that he has not even seen before will happen in his ministry and in his family and in his personal life, in Jesus' name. We thank you for our church over here. I thank you for all the people that came today.
those that couldn't come, that were at the places of work. Oh Lord, we still thank you because you've been keeping them. We thank you for our pastor, Pastor Prince, whom you have used to put together this great work over here in Qasim, here, Saudi Arabia. We thank you because next week, oh God, we want to start in-person fellowship. Lord, there is fear in many parts. And that is why tonight he used the man of God to tell us, don't be afraid of coming to church next week. Don't be afraid of COVID-19. You have told us from heaven, no need to fear. All the members who are still afraid and they are saying, we don't know what will happen if we come to church. We don't know what will happen because of COVID. We don't know if the police will come to catch us. And they are afraid and they are afraid. Today, the Lord has spoken to us from heaven. Cast away fear, worry, and anxiety. As we come next week, there will be no fear in any heart. There will be no worry in any heart. There will be no anxiety. With joy, brethren, we come together. We will serve the Lord in person again in Jesus' name. Lord, we are expecting mighty showers of blessing as we resume in-person fellowship next week. We thank you because you have answered. For the rest of the week in our daily prayer meetings, may we see your hands, may we see your presence with us. In Jesus' mighty name we pray. Amen. Amen. Let's praise our God for hearing all our prayers. Praise the Lord. Praise the Lord. ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യാം. Amen. Until this time, God's presence was with us, for that we can praise our God. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. The grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. Amen. Amen. Hallelujah. 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 Amen. God bless you all. Praise the Lord.